നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ തോളിൽ തട്ടിപ്പറഞ്ഞ രഹസ്യം വെളിപ്പെടുത്തി സുരേഷ് ഗോപി. വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ തിരുവനന്തപുരം ഫിലിം ഫ്രറ്റേണിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് അത് പറയാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയാം. നിങ്ങൾ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നു, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരും എന്നാണ് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞത്. മലയാളികൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു, സുരേഷ് ഗോപി പറഞ്ഞു. കോവളത്തിന്റെ അടക്കം മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ഉണ്ടെന്നും അതിന് സംസ്ഥാനം തടസ്സം നിൽക്കാതിരുന്നാൽ മതിയെന്നും പിന്തുണച്ചില്ലെങ്കിലും വേണ്ടില്ല, എതിർവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതികൾ നശിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോവളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല തരാൻ എന്ന് വിചാരിക്കരുത്. ഒന്നും എനിക്കെടുത്ത് പുതിയ കോവളം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുണ്ട്. സംസ്ഥാനം ഒന്ന് സഹകരിച്ചാൽ മതി. സഹായിച്ചില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എതിർവാദങ്ങൾ ഉന്നയിച്ച് നശിപ്പിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ നേരത്തെ തന്നെ ആകാമായിരുന്നു. ആരും മോശക്കാരല്ല. രാഷ്ട്രീയമായിക്കോളും. പക്ഷേ ആ രാഷ്ട്രീയം നേടിത്തരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മാത്രം ചിന്തിക്കാനുള്ള അവകാശം ആർക്കുമില്ല, അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ ത്രിപുരയിലെത്തിയ സുരേഷ് ഗോപി വിനോദസഞ്ചാര മേഖലകൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. 10 അടി വ്യത്യാസത്തിൽ മുന്നിൽ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ മണ്ണ്. ത്രിപുര ടൂറിസം ഗതാഗതം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ സുശാന്ത് ചൗധരിക്കൊപ്പമാണ് സുരേഷ് ഗോപി 0 പോയിന്റിലെത്തിയത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായി അഗർത്തലയിലെ 0 പോയിന്റിലെത്തി ഭൂമിയെ തൊട്ടു വണങ്ങി. ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നുന്നുവെന്ന മലയാളി ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് അനുഗ്രഹീത നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തൃശൂർക്കാർക്ക് നന്ദിയെന്നുമായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ഭൂമിയെ തൊട്ടു വണങ്ങി ഒരു നിമിഷം തലയെടുപ്പോടെ അഭിമാനത്തോടെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. ടൂറിസം മേഖലയിൽ ത്രിപുരയ്ക്ക് വിപുലമായ സാധ്യതകളുണ്ടെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.